കുവൈറ്റിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇനി അതിന്റെ ഒരു പ്രത്യാഘാതം അത് എന്തായിരിക്കുമെന്ന് അറിയില്ല. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് F-15 വിമാനം തകർന്നു വീണു അല്ലെങ്കിൽ വെടിവെച്ചിട്ടു. രണ്ടും കേൾക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന സൈനികൻ രക്ഷപ്പെട്ടു. അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും സുരേഷ്, പക്ഷെ അതൊരു കൺഫർമേഷൻ അതിൽ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? അമേരിക്ക എന്തായാലും സ്ഥിരീകരിച്ചിട്ടുള്ള ഇറാനുമായി ചേർന്ന് കിടക്കുന്ന ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രചാരണം, അത്തരത്തിലുള്ള ഒരു വാർത്ത ഗൾഫ് മാധ്യമങ്ങളിലെല്ലാം തന്നെ നൽകുന്നുണ്ട്. ഗൾഫിൽ പല മാധ്യമങ്ങളിലും ഈ വാർത്ത വരുന്നുണ്ട്. ഫൈറ്റർ ജെറ്റ് വിമാനമാണ് അത് തകർന്നു വീണത്. അത് തകർന്നു വീണതാണോ അതോ അബദ്ധത്തിൽ വെടിവെച്ചിട്ടത്, അങ്ങനെ പല വിധത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും അടുത്ത മണിക്കൂറുകളിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയുടെ ഒരു സ്ഥിരീകരണത്തിലേക്ക് വരുന്നത്. മറ്റൊരു കാര്യം, വ്യോമപാത ഉടൻ തുറക്കാൻ കഴിയില്ല എന്ന് UAE വ്യക്തമാക്കുന്നുണ്ട്. UAE വ്യോമയാന മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും ഒന്നും സുരക്ഷ 100% ഉറപ്പ് നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വ്യോമപാത ഉടൻ തുറക്കില്ല എന്ന് UAE വ്യക്തമാക്കുന്നുണ്ട്. ബഹ്റൈനും ഖത്തറിനും അടക്കമുള്ള രാജ്യങ്ങളും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വിവിധ വിമാന കമ്പനികൾ ഇപ്പോൾ എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് അല്ലെങ്കിൽ ഇത്തിഹാദ് തുടങ്ങിയിട്ടുള്ള എയർ അറേബ്യ തുടങ്ങിയിട്ടുള്ള വിമാന കമ്പനികളും എപ്പോൾ വിമാന സർവീസ് പുനരാരംഭിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നില്ല. ഇന്ന് 3 മണി മുതൽ UAE സമയം 3 മണി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 4:30 അങ്ങനെ 4:30 കൂടി സർവീസ് പുനരാരംഭിക്കുമെന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഈ പുതിയ സംവിധാനങ്ങൾ, സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് അത്രത്തോളം 3 മണിക്കൊക്കെ സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ ഈ F-15 വിമാനം വെടിവെച്ചു ഇട്ടു എന്നുള്ളൊരു അവകാശവാദം അത് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ചില ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഒരു യുദ്ധ സാഹചര്യമാണ്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകളും ദൃശ്യങ്ങളും കൊടുക്കാത്തതും അതിൻ്റെ ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് അമേരിക്കയുടെ F-15 വിമാനം വെടിവെച്ചിട്ടു, ഇറാൻ വെടിവെച്ചിട്ടു, കുവൈറ്റിൽ തകർന്നു വീണു. അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്.